വെള്ളിയുടെ പ്രഭാതത്തിലാണ് നാമൊക്കെ ഉള്ളത്. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസം സയ്യിദുൽ അയ്യാം എന്നൊക്കെ പറഞ്ഞു നമ്മെ പരിചയപ്പെടുത്തിയ പവിത്രമേറിയ ഈ വെള്ളിയുടെ പ്രഭാതത്തിൽ ധാരാളം സുഹൃത്തുക്കളെ കൊണ്ട് ഇബാദത്തുകളെ കൊണ്ട് റബ്ബിലേക്ക് അടുക്കേണ്ട, ചോദിച്ചു വാങ്ങിക്കാനുള്ളെല്ലാം ചോദിച്ചു വാങ്ങിക്കേണ്ട, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് ലഭിക്കാനുള്ള ദുആ ചെയ്യേണ്ട പവിത്രമേറിയ ദുആക്ക് ഇജാബത്തുള്ള സന്ദർഭവും സമയവുമൊക്കെയാണ്. നമുക്ക് ഇന്നത്തെ പ്രഭാതത്തിൽ ഒരുപാട് രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും രോഗം മാറണം എന്ന നിയ്യത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് തിബ്ബുസ് സ്വലാത്ത്, രോഗശിഫാഇന് പ്രത്യേകമായിട്ടുള്ള സ്വലാത്ത്. ഏതു സ്വലാത്തും എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണ്. തീരാത്ത കടങ്ങളുണ്ടോ, മാറാത്ത രോഗങ്ങളുണ്ടോ, സ്വലാത്ത് പരിഹാരമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബി വര്യനോട് പറഞ്ഞ ആ വാക്യം നമുക്കൊക്കെ അറിയാവുന്നതുമാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ രോഗം മാറാനും നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കാനും തിബ്ബുസ് സ്വലാത്ത് വളരെ ആത്മാർത്ഥമായിട്ട് 10 തവണ നമുക്ക് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹ വനൂരിൽ അബ്സാരി വളിയാഇഹ വഖൂത്തിൽ അർവാഹി വഗിദാഇഹ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ശരീരത്തിലുള്ള ഏത് രോഗങ്ങളുടെ അണുക്കളും, എത്ര മാരകമായ രോഗങ്ങളാണെങ്കിലും ആജിലായ കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.